PM ശ്രീയിലെ ഇരട്ടത്താപ്പ് പൊളിച്ചെടുക്കാനായിട്ട് പോവാണ്. മുഖ്യമന്ത്രിയും റോജിമന്ത്രിയും ഓൾറെഡി പൊളിച്ചു വിട്ടിട്ടുണ്ട്. ബാക്കി നമുക്ക് പൊളിച്ചെടുക്കാം. അപ്പം വീഡിയോ നമുക്ക് മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ട് തന്നെ തുടങ്ങാം. അപ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് പറയാനുള്ളതെല്ലാം കൂടെ ഞാനും പറയാം. ആരാ ഒപ്പിട്ടത് PM ശ്രീയിൽ? ആരാ ഒപ്പിട്ടത്? എൻ്റെ ഒറ്റ ചോദ്യം. പിണറായി വിജയൻ സർക്കാർ കൂടിയാലോചനകൾക്ക് ശേഷം ഒപ്പിട്ടിട്ട് അതിനെ ന്യായീകരിച്ചു അല്ലേ? ന്യായീകരിച്ചല്ലോ. എന്നിട്ട് പറഞ്ഞു പിൻവലിക്കാനുള്ള കത്തല്ല അയച്ചത്. ഞാൻ പത്രസമ്മേളനത്തിൽ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത്. മിനിങ്ങാൻ മരവിപ്പിക്കാനുള്ള കത്ത്. ഈ എഗ്രിമെന്റിൽ മരവിപ്പിക്കാൻ ഏത് പ്രൊവിഷനാണുള്ളത്? ഒരു എഗ്രിമെന്റ് അല്ല. ഈ എഗ്രിമെന്റ് എൻ്റെ കയ്യിലുണ്ട്. മരവിപ്പിക്കാൻ ഏത് പ്രൊവിഷനാണുള്ളത്? ഇനി ഞങ്ങളോട് ചോദിക്കുന്നത് എന്താ? നിങ്ങൾക്ക് പിന്മാറാമായിരുന്നില്ലേ? പിന്മാറാനുള്ള ഒരു പ്രൊവിഷനും ഇതിൻ്റെ അകത്തില്ല, ഈ നിയമത്തിലില്ല. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ കേട്ടല്ലോ, ഈ PM ശ്രീ എന്ന് പറയുന്നത് ഒരു മുറിയിലേക്ക് നിങ്ങൾ കയറുന്നു. ആ മുറിയിലേക്ക് കയറുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കറിയാം ഈ മുറി അടച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തു പോകാനായിട്ട് സാധിക്കില്ല എന്ന്. എത്ര കെഞ്ചിയാലും പുറത്തു പോകാൻ സാധിക്കില്ല എന്ന്. അല്ലെങ്കിൽ വെളിയിൽ നിൽക്കുന്ന ആൾ വിചാരിക്കണം ഇത് തുറക്കണമെങ്കിൽ. ഇതുപോലെ ഒരു മുറിയായിരുന്നു PM ശ്രീ. ആ മുറിയിലോട്ട് കഴിഞ്ഞ സർക്കാർ ഈ കേരളത്തിലെ ജനത്തെ കൊണ്ട്, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കൊണ്ട് അടച്ചിട്ടു. അവർക്കറിയാമായിരുന്നു തിരിച്ചിറങ്ങാൻ പറ്റില്ല എന്ന്. ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്ന പോലെ ഇതൊരു എഗ്രിമെൻ്റ് ആയിരുന്നു. എന്താണ് ഈ എഗ്രിമെൻറ്റിൻ്റെ പ്രത്യേകത? ഈ എഗ്രിമെൻറ്റ് പ്രകാരം നമുക്ക് ഈ PM ശ്രീയിൽ രജിസ്റ്റർ ചെയ്യാം. PM ശ്രീയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റില്ല. വെളിയിൽ വരാൻ പറ്റുന്ന ഒരു ക്ലോസ് ഇല്ല, അല്ലെങ്കിൽ റദ്ദാക്കാൻ പറ്റുന്ന ഒരു ക്ലോസ് ഇല്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, നമുക്ക് ഒരു പിന്മാറാനായിട്ട് കത്ത് കൊടുക്കാം. അതിന് അവിടുന്ന് കൂടെ, അതായത് രണ്ട് പാർട്ടീസും സ്റ്റേറ്റും സെൻറ്ററും എഗ്രി ചെയ്യുക മാത്രമേ ഇതിൽ നിന്ന് മാറാൻ പറ്റുള്ളൂ. അതിവർ ഒരിക്കലും പറയുന്നില്ല. ഇവർ ഈ മുറിയിൽ കയറ്റി ഓൾറെഡി നമ്മളെ ഇട്ട് അടച്ചു. ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയി. ഇനി നമുക്ക് ത്വാത്വിക ആചാര്യൻ നമ്മുടെ സ്വരാജ് സാർ പറയുന്നതൊന്നും കേൾക്കാം. അതിൻ്റെ മറുപടി ഞാൻ പറയുന്നില്ല, റോജിമന്ത്രി പറയുന്നത് ഞാൻ നിങ്ങളെ കേണിച്ചു തരാം. അതിന് മുമ്പ് നമുക്ക് സ്വരാജ് സാർ പറയുന്നതൊന്ന് കേൾക്കാം. എന്നിട്ട് അതിനെപ്പറ്റിയും കുറച്ച് പറയാം. PM ശ്രീ പദ്ധതി കേരളത്തിൽ ഇതിനോടകം ഗൗരവമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് സമയത്തും അതിന്റെ മുൻപും UDF-ന്റെ നേതാക്കൾ ഊഴമിട്ട് മത്സരിച്ചാണ് PM ശ്രീ പദ്ധതിക്കെതിരായി പ്രസ്താവനകൾ നടത്തിയത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. എന്തൊക്കെ നെടുങ്കൻ പ്രസ്താവനകളും കോലാഹലങ്ങളുമാണ് അന്നുണ്ടായത്. അന്നും LDF നയം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നില്ല എന്ന് MOU നിർത്തിവെക്കണമെന്ന് നവംബർ മാസം 12-ാം തീയതി കേരളം രേഖാമൂലം കേന്ദ്രത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. അതെ സ്വരാജ് സാർ പറഞ്ഞത് മൊത്തം സത്യം കേട്ടോ. സാർ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല. സ്വരാജ് പറഞ്ഞത് സത്യം തന്നെയാണ്. സ്വരാജ് പറഞ്ഞ പ്രകാരം ഇവിടുത്തെ പ്രതിപക്ഷം സമരം നടത്തിയിരുന്നു. ഇവിടുത്തെ നേതാക്കൾ പറഞ്ഞിരുന്നു ഒപ്പിടരുതെന്ന്. എന്തിന്? ഇവിടുത്തെ UDF-ന്റെ നേതാക്കളല്ല, CPI-യുടെ നേതാക്കൾ പോലും പറഞ്ഞിരുന്നു ഒപ്പിടരുതെന്ന്. ഇതിനെയെല്ലാം വകവയ്ക്കാതെ നിങ്ങൾ പോയി ഒപ്പിട്ടു. അന്നേരം ഇവർ സമരം നടത്തിയതിനാ ഒപ്പിടല്ലേ എന്ന് പറഞ്ഞു. ഒപ്പിടല്ലേ എന്ന് പറഞ്ഞാൽ അറിയോ? ഒപ്പിട്ടാൽ പിന്നെ ഇതൊന്നും നടക്കത്തില്ല. ഒപ്പിട്ടാൽ പിന്നെ തിരിച്ചിറങ്ങി വരാൻ പറ്റില്ല. ആര് വിചാരിച്ചാലും ഗവൺമെൻറ് മാറിയാലും തിരിച്ചു വരാൻ പറ്റില്ലെന്ന് അറിയാവുന്നതുകൊണ്ടായിരുന്നു. അതൊന്നും മനസ്സിലാക്കാതെ ഒപ്പിട്ടതാണ്. പിന്നെ റദ്ദാക്കിക്കൂടെ എന്ന് ചോദിക്കുന്നു. ഇതിനാണ് സതീശൻ മുമ്പ് പറഞ്ഞത്, നിങ്ങൾക്ക് റദ്ദാക്കാൻ പറ്റില്ല, ഇപ്പം ഭരിക്കുന്നവർക്കും റദ്ദാക്കാൻ പറ്റില്ല. അതാണ് പറഞ്ഞത്. അടച്ചിട്ട മുറിയിൽ കയറിയിട്ട്, ഒരു മുറിയിലോട്ട് കയറിയിട്ട് ഡോർ അങ്ങ് അടച്ചു. തിരിച്ചിറങ്ങി വരങ്ങനെ വെളിയിൽ ഇരിക്കുന്നവൻ വിചാരിക്കണം കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ മാത്രമേ ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. അതെന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിന് പറ്റിയൊരു മറുപടി റോജി എം ജോൺ മിനിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ കേട്ടോളൂ. PM ശ്രീയിലടക്കം ഇപ്പോൾ ഒരുപാട് ആശയങ്ങൾ വിദ്യാർത്ഥി സംഘടനകളുണ്ട്. അപ്പോൾ ശക്തമായി അത് എതിർക്കുന്ന SFI അടക്കം പറയുന്നത്. അപ്പോൾ അതിലെന്താണ് സർക്കാർ? PM ശ്രീയെ സംബന്ധിച്ചും നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് വളരെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇത് സമരം ചെയ്യുന്ന SFIക്കാരും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ആളുകളും ഒക്കെ ഇത് ഒപ്പിട്ടപ്പോൾ എവിടെയായിരുന്നു? അവർക്ക് അന്ന് ഈ ആവേശം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് നമ്മൾ എത്തില്ലായിരുന്നു. അവരൊപ്പിട്ട് വെച്ച് നമ്മൾ ഒരു സംസ്ഥാനത്തെ ഒരു കരാറിന്റെ ഭാഗമാക്കിയതിന് ശേഷം നമുക്ക് ഒറ്റയടിക്ക് നമ്മൾ ഒരു കരാർ ഒപ്പിടുന്നു. ഒരു സർക്കാർ കരാർ ഒപ്പിട്ടതിന് ശേഷം ഒരു പ്രോപ്പർ എഗ്രിമെൻ്റാണ്. അതിനുള്ള നടപടിക്രമങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചു. 2024 തന്നെ കഴിഞ്ഞ LDF സർക്കാർ PM ശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ ആരംഭിച്ചു. ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അതിനുള്ള അനുമതി ഉൾപ്പെടെ ലഭ്യമാക്കി. രേഖകളൊക്കെ വരും ദിവസം നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ കിട്ടിയിട്ടുണ്ടല്ലോ. അങ്ങനെ ചെയ്ത ഒരു കാര്യം കൃത്യമായ ഒരു എഗ്രിമെൻ്റ് ഒപ്പിട്ടിട്ട് ഒരു കത്തയച്ചാൽ അതുകൊണ്ട് അവസാനിക്കുമോ? ഇത് അല്ലല്ലോ. അപ്പോൾ പറയുന്ന കേട്ടല്ലോ. ഇന്ന് നിങ്ങൾ ഈ കാണിക്കുന്ന ഊർജ്ജം അന്നത്തെ പ്രതിപക്ഷത്തോടൊപ്പം നിങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ ഇതിവിടെ സൈൻ ചെയ്യത്തില്ലായിരുന്നു. ഇത് സൈൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ വിഷയങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു. എന്താണ് PM ശ്രീ പദ്ധതി? ഈ PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി പ്രകാരം കുറേ സ്കൂളുകളെ PM ശ്രീയിൽ പെടുത്തിക്കൊണ്ട് ആ സ്കൂളുകളുടെ നിലവാരം, ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നു എന്ന് പറയുന്നു. നല്ലതല്ലേ? കൈകൊട്ട്. അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ PM ശ്രീയിൽ പെടുന്ന
കോളേജുകൾ അല്ലെങ്കിൽ സ്കൂളുകൾ അവർ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 NEP 2020 ഫോളോ ചെയ്യേണ്ടി വരും. കേന്ദ്ര സർക്കാർ സെറ്റ് ചെയ്താണ്. കേന്ദ്ര സർക്കാർ തരുന്ന അവരുടെ സിലബസ് ഫോളോ ചെയ്യേണ്ട വരും. PM ശ്രീ പദ്ധതി എന്നുള്ളത് അവിടെ എഴുതി വെക്കേണ്ട വരും. പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കേണ്ട വരും. അതായത് സിലബസിനെ അവർക്ക് അവരുടെ രീതിയിൽ ചരിത്ര നിർമ്മിതി നടത്തണമെങ്കിൽ സിമ്പിളായിട്ട് നടത്താൻ പറ്റുന്ന ഒരു സ്കീം സ്കൂൾസ് ഡെവലപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ചരിത്രം വളച്ചൊടിക്കപ്പെടുമോ എന്നുള്ള ഒരു പേടി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയം വേണ്ടതായിരുന്നു. ആ ഭയം ഇവർ കാണിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ റോജി എം ജോൺ മിനിസ്റ്റർ പറയുന്ന പോലെ അന്ന് ഇത് മനസ്സിലാക്കിയിട്ട് നീയൊക്കെ വേണ്ടാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ കേരളം പെടില്ലായിരുന്നു. ഇന്നിപ്പോൾ എന്നാ ഈ മുറിക്കകത്ത് കയറി ഇനിയും വെളിയിലോട്ട് വരാൻ പറ്റില്ല. ഒരു വാർത്തയും കൂടെ നിങ്ങൾ കേൾക്കണം. CPIയുടെ പ്രതിഷേധം വകവെക്കാനാണ്. കേട്ടോളൂ. കേരളം PM ശ്രീ പദ്ധതിയുടെ ഭാഗമാവുകയാണ്. PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ടിരിക്കുന്നു. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പിട്ട് കഴിഞ്ഞു. സംസ്ഥാനത്തിന് വേണ്ടി നമ്മുടെ വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരും മാറിയിരിക്കുകയാണ്. ആദ്യമേ നമുക്കറിയാം ഒരുപാട് വിമർശനങ്ങൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിലനിന്നിരുന്നു. അതിൽ CPM-ഉം CPI-യും ഉൾപ്പെടെ സർക്കാർ ഒറ്റക്കെട്ടായി എതിർക്കുന്ന ഒരു സാഹചര്യം തുടക്കം മുതൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ എതിർപ്പൊക്കെ മറികടന്ന് എതിർപ്പൊക്കെ മാറ്റി വെച്ചുകൊണ്ട് സർക്കാർ ഇപ്പോൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ഈ പദ്ധതി കേട്ടല്ലോ. അന്ന് ഇവരുടെ മുന്നണിയിലുള്ള CPI വരെ പറഞ്ഞാണ് സൈൻ ചെയ്യരുത്. മന്ത്രിസഭായോഗം കൂടാതെ ഈ പറയുന്ന മുന്നണി യോഗം കൂടാതെ ആരെയും അറിയിക്കാതെ, എനിക്ക് തോന്നുന്നു 62 63 സീറ്റ് ഉണ്ടായിരുന്നു, മൊത്തം 99 സീറ്റോ മറ്റോ ഉണ്ടായിരുന്നു. അതിൻ്റെ ധാർഷ്ട്യത്തിൽ കയറി ഒപ്പിട്ട് വെച്ചതാണ്. ഇന്നിപ്പോൾ അതിനെ തള്ളിപ്പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് ചിന്തിക്കണമായിരുന്നു ഇത് ഒപ്പിടരുത് എന്ന്. ഇപ്പോഴത്തെ ഗവൺമെൻറ്റിന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറക്കാനും മേലാത്ത ഉപ്പാനും മേലാത്ത അവസ്ഥയാണ്. പൂട്ടിയിട്ടു ഇറങ്ങി വരാൻ പറ്റുമോ? ഇതാ പറയുന്നത്. എഗ്രിമെൻറ്റ്, റിട്ടേൺ എഗ്രിമെൻറ്റിൽ ഒപ്പിട്ട സമയത്ത് VD സതീശനും റോജി എം ജോൺ മിനിസ്റ്ററും പറയുന്ന പോലെ ഒപ്പിട്ട സമയത്ത് നിങ്ങൾ ചിന്തിക്കണമായിരുന്നേ ഇത് ഇതൊരു അപകടമായിരുന്നെന്ന്. ഇനിയിപ്പോൾ ഇതിൻ്റെ ട്രോഫി മൊത്തം ഇപ്പറേ തലേ വെക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അന്ന് അല്പം സർക്കാരിൻ്റെ പണം കിട്ടാനും ഫേവറേറ്റിസം കിട്ടാനും ഒക്കെ ആയിട്ട് ചെയ്തൊരു പരിപാടിയാണ്. ഫേവർ കിട്ടാനുമായിട്ടും ഒക്കെ ചെയ്ത പരിപാടിയാണ്. ഇനി ഊരി വരാൻ പറ്റത്തില്ല, ഇനി വെളിയിലിറങ്ങി വരാൻ പറ്റത്തില്ല, ഇനിയും കടന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതാണ് ഞാൻ പറയുന്നത്. ഈ കാര്യത്തിൽ ഡബിൾ സ്റ്റാൻഡാണ് കാണിച്ചത്. ഇപ്പം അവരിരുന്ന സമയത്ത് പിന്തുണച്ച് പോയി ഒപ്പിട്ട് വെച്ചിട്ട് അതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം റിസീവ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ട് അടച്ചിട്ട മുറിയാണെന്ന് അറിഞ്ഞ് ചാടിക്കയറി മുറിയിൽ കയറിയിട്ട് സംസ്ഥാനത്തെ കൊണ്ട് മുറി കൊണ്ട് പൂട്ടിയിട്ടിട്ട് ഇനിയും പറയുക അയ്യോ 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 എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അന്ന് ഈ വെളിവും ബോധവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ, അന്ന് ഈ വെളിവും വെള്ളിയാഴ്ചയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ വിഷയമൊന്നും ഉണ്ടാകത്തില്ലായിരുന്നേ. ഈ അവസ്ഥ ഇന്ന് വരത്തില്ലായിരുന്നേ. നിങ്ങൾ അന്നേ ചുരുട്ടി ചവറ്റുകൂട്ടാൽ എറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിനെപ്പറ്റി ഇത് റദ്ദാക്കാൻ കത്ത് കൊടുക്കാൻ പറയേണ്ട സാഹചര്യം വരില്ലെന്നേ. ഇനിയും കത്ത് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? അതുമില്ല.